സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലിതുമോദാം വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലിതുമോദാം കൊണ്ടാടാം പാവനമി ബലിയേകിടാം അന്നാ പെസഹാനാളിൻ ഓർമ്മയിലുണരാം കൊണ്ടാടാം പാവനമി ബലിയേകിടാം ഹൃദയത്തിൽ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായി തീരാം ബലിയർപ്പിക്കാം വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലിതുമോദാം കാൽവരി മലയിൽ ഉയരും ബലിപീഠത്തിൽ പൂവണിയും രക്ഷാകര സന്ദേശത്തിൻ കാൽവരി മലയിൽ ഉയരും ബലിപീഠത്തിൽ പൂവണിയും രക്ഷാകര സന്ദേശത്തിൻ സാക്ഷികളായി തീരാം പുതു ചൈതന്യത്താൽ നിറയാത്മാവിൽ ജീവൻ നേടാം വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലിതുമോദാം വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലിതുമോദാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരു മയോടി ബലി അർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അടച്ചേ
സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികരണം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. യഹോവയാം ദൈവമെൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമെൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൻ മൃദുശയ്യകളിൽ അവനെന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക് അവനെന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ആശ്വാസം തൻ വടിമേൽ. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ആശ്വാസം തൻ വടിമേൽ. യഹോവയാം ദൈവമെൻ ഇടയനത്രേ. സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ബലവാനേ, പരിപാലന അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചവരും. സഹോദരരെ, നിങ്ങൾ യൂദയായും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുകരിക്കുന്നവരായിത്തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവയെല്ലാം തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്നും നിങ്ങളും സഹിച്ചു. യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു. ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി. വിജാതിയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു. ഇതാ അവസാനം ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. സഹോദരരെ, ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ മുഖാഭിമുഖം വീണ്ടും കാണാൻ അതീവ താല്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു.
കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിന്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെതായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെതായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ഇന്നും ഇന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ഇന്നും ഇന്നും ദൈവം ജീവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 18-ാം അധ്യായം 1 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ആദ്യ വായന ശ്രവിച്ചപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വന്ന ചിന്ത, ഒരുപക്ഷെ ഈ കാലത്ത്, ഈ കൊറോണ കാലത്ത് വികാരിയച്ഛന്മാരൊക്കെ ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ ഇതുപോലെ ഇങ്ങനെ ആവർത്തിക്കുമെന്നാണ്. ഒരുമിച്ച് കൂടി ദേവാലയത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ബലിയർപ്പിക്കാൻ സാധിക്കുന്ന ദിവസം അത് എന്നായിരിക്കും എന്ന് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്നത് വലിയ വേദനയുടെ കാലഘട്ടത്തിലൂടെ നാം ഇങ്ങനെ കടന്നു പോവുകയാണ്. രണ്ടാമത്തെ ചിന്ത ചില മനസ്സിൽ വന്നത് സുവിശേഷത്തിലെ അവസാനത്തെ വാചകത്തെക്കുറിച്ചാണ്. ഈ കൊറോണ കാലം കഴിയുമ്പോഴേക്കും കർത്താവ് ഇത് തന്നെ പറയും, ഒരുപക്ഷെ മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ശരിയല്ലേ? അനുഷ്ഠാനങ്ങളുടെ ആരാധനാനുഭവങ്ങളുടെയൊക്കെ രീതികളിൽ നിന്ന് മനുഷ്യൻ വളരെയേറെ മാറി മാറി വിശ്വാസ തലങ്ങളിൽ പോലും വലിയ തളർച്ച ഉണ്ടായിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഏലിയ പ്രവാചകൻ ഇത്തരത്തിൽ നിലവിളിക്കുമ്പോൾ ഏലിയ പ്രവാചകനോട് കർത്താവ് പറയുന്നൊരു മറുപടിയുണ്ട്. ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ
ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ലത്തീൻ ആരാധനക്രമത്തിലെ കുർബാനയിൽ പറയുന്നൊരു വാചകമുണ്ട്. ഒരു ജനത്തെ തനിക്ക് വേണ്ടി അവിടുന്ന് മാറ്റി നിർത്തിയ, ശരിയല്ലേ? ഒരു ജനത്തെ കർത്താവ് തനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ കാലഘട്ടത്തിലും കർത്താവ് അവിടത്തേക്ക് വേണ്ടി ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഇന്നലെ രാത്രി ഈ കിടന്ന ശേഷം എഴുന്നേറ്റ് ഈ സുവിശേഷ വചനത്തെക്കുറിച്ച് 16 കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതി വെച്ചു. ഏറ്റവും ആദ്യത്തെ വാചകം തന്നെ എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മോട് പറയുക. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞതാണ്. നമുക്ക് പലപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയുള്ള വിശ്വാസം അല്ലെങ്കിൽ അതിലുള്ള പ്രത്യാശ തന്നെ കുറഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ട്. അങ്ങനെ ആ പ്രത്യാശ കുറയാതെ ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണമെന്ന കാര്യമാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ എന്തുമാത്രം അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. ഈശോ പറയുകയാണ് എപ്പോഴും പ്രാർത്ഥിക്കണം. 1 തെസ്സലോനിക്ക 5:16, 17, റോമ 12:12 ഒക്കെ അച്ഛൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നുണ്ട്. ഇതോട് ബന്ധപ്പെട്ട് സാധകന്റെ സഞ്ചാരം എന്നൊരു പുസ്തകമുണ്ട്. അതിലെ ഒരു റഷ്യൻ തീർത്ഥാടകന്റെ കഥയാണ്. ആ മനുഷ്യൻ ഒരു ദിവസം ഇങ്ങനെ ദേവാലയത്തിൽ ചെന്നപ്പോൾ ലേഖന ഭാഗം വായിച്ചു കേട്ടപ്പോൾ 1 തെസ്സലോനിക്ക 5:16-17 അതിൽ നിർത്താതെ പ്രാർത്ഥിക്കുക എന്ന ഒരു വചനം കേട്ടപ്പോൾ അത് ആ മനുഷ്യനെ സ്വാധീനിച്ച രീതികൾ, അതിൻ്റെ തുടർച്ചയായ അദ്ദേഹം അതെങ്ങനെയാണ് സാധിക്കുക എന്നതിന് ഉത്തരം തേടി അലച്ചിലിൻ്റെ അനുഭവങ്ങൾ, അവസാനം അത് അദ്ദേഹത്തിൻ്റെ ഉറക്കത്തെ പോലും, ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല ഉറക്കത്തെ പോലും ബാധിച്ച രീതികൾ, അവസാനം 1 വർഷത്തിന് ശേഷം അദ്ദേഹം ഒരു ആചാര്യനെ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തിന് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നതും അങ്ങനെ വലിയ സമാധാനം അനുഭവിക്കുന്നതും അതിൻ്റെ തുടർച്ചയായി ആ മനുഷ്യൻ പ്രാർത്ഥനയുടെ വലിയൊരു മനുഷ്യനായിത്തീരുന്നതും ആ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ അദ്ദേഹം ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന, ഹൃദയത്തിലെ പ്രാർത്ഥനയുടെ മനുഷ്യനായിത്തീരുന്നതുമൊക്കെ വിവരിക്കുന്നത് അച്ഛൻ വളരെ ശ്രദ്ധയോടെ വായിക്കാനിടയായിട്ടുണ്ട്. ഓർക്കുകയാണ്, അച്ഛൻ റോമിൽ ഡോക്ടറേറ്റ് ചെയ്യുമ്പോൾ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് പുസ്തകം തന്നെ എഴുതി, ഗ്രന്ഥകാരനെ തന്നെ എടുത്തു. ഇതൊക്കെ ഈ വാക്ക് വായിച്ചപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു. ഈശോ ദിവനാഥ പാപിയായ എന്നോട് കരുണ കാണിച്ചാലും എന്ന് ഒരു കൊന്ത പിടിച്ച് നിരന്തരം ചൊല്ലാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ ഗുരു ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക. അദ്ദേഹം നാം ആരെക്കാളും കൂടുതൽ ദുഃഖവും ഭാരവും വേദനയും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയും അപ്പനും ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഒരപ്പാപ്പനും അമ്മാമ്മയാണ് വളർത്തിക്കൊണ്ടുവന്നത്. അവരും മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് ഈ കൊന്ത അവന് സമ്മാനമായിട്ട് കൊടുത്തു. മരിക്കുന്നതിന് മുമ്പ് ആ അപ്പാപ്പൻ്റെ വസ്തുവകകൾ ഇവന് കൊടുത്തു. പക്ഷേ ചെറുപ്പത്തിലെ ചേട്ടൻ അവന് എന്തിയിട്ട് അവൻ്റെ ഒരു ഞൊണ്ടുകയ്യനായി തീർന്നിരുന്നു. അങ്ങനെ ആ വികലാംഗൻ കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പാപ്പൻ്റെ അമ്മാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തന്നെ കല്യാണം കഴിച്ചു. ഈ സ്വത്ത് ഇവന് കിട്ടിയതുകൊണ്ട് അവൻ്റെ ചേട്ടന് വല്ലാത്ത വൈരാഗ്യമായി, പ്രതികാരമായി. ഒരു ദിവസം വന്നവൻ വീടിന് തീ വയ്ക്കുകയാണ്. അങ്ങനെ തീ വയ്ക്കുന്ന അവസ്ഥയിൽ അവൻ്റെ ഭാര്യ അതിൻ്റെ ഫലമായിട്ട് മരിച്ചുപോയി. അങ്ങനെ ഈ സുവിശേഷത്തിൽ പറയുന്ന വിധവയുടേതിനേക്കാളും ഗുരുതരമായ വേദനയും ദുഃഖവും ഈ ലോകത്തിൽ സ്വന്തമായി ഒന്നുമില്ലാത്ത, ആരുമില്ലാത്ത മനുഷ്യനായിട്ട് ഇങ്ങനെ വേദനിച്ചിരിക്കുമ്പോഴാണ് ദേവാലയത്തിൽ അന്ന് വരിക. അപ്പോഴാണ് ഈ വചനം കേൾക്കുക, നിർത്താതെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവർ, ആ മനുഷ്യൻ ആ ഒറ്റ വചനം ദേവാലയത്തിൽ വന്ന് ആ വചനം കേൾക്കുമ്പോൾ ആ മനുഷ്യനെ അത് വല്ലാതെ സ്വാധീനിക്കുകയാണ്. കാരണം എന്താണ്? ഈശോ തന്നെ പറയുന്നത് പോലെ ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നും ഉപകരിക്കുന്നില്ല.
ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമായ വചനം ആ മനുഷ്യനെ സ്പർശിച്ചു. തിരുവചന വായനയ്ക്ക് മുമ്പ് ഒരു പ്രാർത്ഥന ചൊല്ലുന്നില്ലേ? എൻ്റെ വചനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന. അച്ഛൻ എല്ലാ ദിവസവും ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി ഓരോ ദിവസവും ഇങ്ങനെ മനസ്സിൽ നിറയാറുണ്ട്. കർത്താവെ, ഈ വചനം ശ്രവിക്കാൻ പോകുന്നവരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന യാഥാർത്ഥ്യമാക്കാൻ ഇടയാക്കണേന്ന വലിയ പ്രാർത്ഥനയോടെയാണ്. ഇന്നലെ 16 കാര്യങ്ങൾ എഴുതി വെച്ചു എന്നതിലെ ഏറ്റവും അവസാനത്തെ കാര്യം ഇതാണ്. അത് വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എപ്പോഴും ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പുരോഹിതരും എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നുണ്ട് കൊറോണ കാലത്ത്. അങ്ങനെ ബലിയർപ്പിക്കുമ്പോൾ ലോകം മുഴുവനിൽ എല്ലാ നിമിഷവും ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും വലിയൊരു പ്രാർത്ഥനയില്ല. യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ, യേശു പ്രവർത്തിച്ച രക്ഷാകര രഹസ്യങ്ങളെ മുഴുവനെയും ആഘോഷിക്കുകയാണ്. അതിലെല്ലാവരും ഉൾച്ചേർക്കപ്പെടുന്നുണ്ട്. ഇതിൽ നാം എന്തുമാത്രം പങ്കുചേരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിർത്താതെ പ്രാർത്ഥിക്കാൻ, എപ്പോഴും പ്രാർത്ഥിക്കാൻ, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് ആ വിധവയെ പോലെ നമുക്കറിയാം, ഒരു വിധവയുടെ വേദന വല്ലാത്തതാണ്. വിധവയുടെ കണ്ണുനീര് നമുക്കെതിരെ വീണാൽ നമ്മൾ ഗുണം പിടിക്കില്ല. വളരെ വലിയ കാര്യമാണ്. വിധവകളുടെ കണ്ണീര് വീഴ്ത്താതിരിക്കാനായിട്ട് മനുഷ്യർ ശ്രദ്ധിക്കുന്നതാണ്. കാരണം ആരും ആശ്രയമില്ലാത്ത ആളുകളാണ്. അത് ഈ ഇന്ന് കുർബാന തുടങ്ങി പച്ചൻ തോന്നിപ്പിച്ചു. വിധവകളുടേതിനേക്കാളും ഗതികെട്ട ആരും ഇല്ലാത്ത അവസ്ഥയായിട്ട് വിചാരിച്ചുണ്ടായി. അത് ഓർക്കുന്നത് നല്ലതാണ്. വിധവകൾക്ക് മക്കളെങ്കിലും ഉണ്ടാകും. വിചാരിച്ചുമാർക്ക് ആരോളെ എന്ത് തോന്നുന്നു ഗീതാ സിസ്റ്റർ? ഈശോ ഇല്ല എന്നിട്ടല്ല പറയുക. അച്ഛന് മനസ്സിലൊരു ചിന്തയാണ്. ഒരു വികാരിയച്ഛൻ കരഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ബലിയർപ്പിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹം അത് വല്ലാത്തതാണ്. അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ്റെ 7ാം ചരമദിനത്തിന് പോയ കഥ പറഞ്ഞു. ആ മനുഷ്യന് വേണ്ടി അച്ഛൻ ചെയ്ത കാര്യം ഹൃദയം ഉരുകി അദ്ദേഹത്തിന് വേണ്ടി ഒരു ബലി അർപ്പിച്ചു എന്നുള്ളതാണ്. ആ നിമിഷം മുതലാണ് ആ കുടുംബത്തിൽ വലിയ അനുഗ്രഹം ചൊരിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മക്കൾ സിസ്റ്റേഴ്സുണ്ട്. അവരിലൊരാൾ ഈ 7ൻ്റെ കുർബാന കഴിഞ്ഞ അച്ഛനെ ഫോണിൽ വിളിച്ചിരുന്നു. അച്ഛൻ ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോൾക്ക് അറിഞ്ഞുകൂടാത്ത ഇനിയും കാര്യം അച്ഛൻ വളരെ ചുരുക്കം ചില കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അവരുടെ അപ്പച്ചനെ കുമ്പസാരിപ്പിച്ച കാര്യമോ കുമ്പസാരത്തിൻ്റെ കാര്യങ്ങളോ രഹസ്യങ്ങളോ പാവങ്ങളൊന്നും പറയാൻ പറ്റുമോ മക്കളോട്? അതിനൊക്കെ പരിഹാരമായിട്ടാണ് അവരുടെ ഹൃദയം വല്ലാത്തൊരു നിറവ് അനുഭവപ്പെട്ടു. അത് അച്ഛനൊരു ബാധ്യതയായിട്ട് അനുഭവപ്പെട്ടത്. അല്ലാതെ ആ മനുഷ്യൻ്റെ, ആ കുടുംബത്തിൻ്റെ വേദനയിലും ദുഃഖത്തിലും പങ്കുചേരുക എന്നുള്ളത് പ്രതിഫലം ലഭിക്കുന്നൊരു കാര്യമായിട്ടല്ല. അച്ഛൻ ഇപ്പോഴും ഓർക്കുന്നു, ആ 7ൻ്റെ ബലി അർപ്പിച്ചപ്പോൾ കർത്താവ് അച്ഛനോട് ആ കുർബാന മധ്യ പറയായിരുന്നു, മോനെ, നീ ആ കുടുംബത്തിന് വേണ്ടി ചെയ്ത ഇന്ന കാര്യങ്ങൾ അതെല്ലാം എനിക്കാണ് ചെയ്തത്. ആ കുർബാനയുടെ സമയത്ത് അതിങ്ങനെ തെളിഞ്ഞെറിഞ്ഞു വരിക, എനിക്കാണ് ചെയ്തത്. ചെന്ന് ഓർക്കുന്നു, ആ വീട് അച്ഛൻ വെഞ്ചിരിച്ച് പോരുമ്പോൾ ദരിദ്രമായ ഭവനം, ആ മനുഷ്യൻ്റെ മദ്യപാനം കൊണ്ട് തകർന്നു തരിപ്പണമായ കുടുംബം, ആ കുടുംബനാഥൻ്റെ കയ്യിൽ ആ സന്ധ്യയ്ക്ക് അച്ഛനൊരു 100 രൂപ നോട്ടിങ്ങനെ മടക്കി ചുരുട്ടി അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. അതുൾപ്പെടെ കർത്താവ് ഈ 34 കൊല്ലം കഴിഞ്ഞ് ആ മനുഷ്യന് വേണ്ടി ബലി ഓർമ്മിപ്പിക്കുകയാണ്, നീ എൻ്റെ കയ്യിലാണ് അത് വെച്ച് തന്നത്. അച്ഛന് വല്ലാത്തൊരു ആനന്ദം തോന്നി. പ്രിയപ്പെട്ടവരെ,
ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണുനീര് അത് അച്ഛൻ കണ്ടതുകൊണ്ടാണ് അതിലേക്ക് അച്ഛനെ ഒരു പുരോഹിതൻ എന്ന രീതിയിൽ കടന്നു ചെല്ലാൻ ദൈവം കൃപ തന്നതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ആ ഒരു ഇത് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷമാണ് അച്ഛൻ പിറ്റേന്നത് പ്രഭാതത്തിലെ ബലി അർപ്പിക്കുക. അപ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന ബലിയർപ്പണമാണ്. ക്രിസ്തുവിൻ്റെ അർപ്പണമാണ്, ക്രിസ്തുവിൻ്റെ ബലിയാണത്. ക്രിസ്തുവാണത് അർപ്പിക്കുക. കരഞ്ഞ് ഒരു ബലി അർപ്പിക്കാൻ പറ്റുക വലിയ കാര്യമാണ്. അച്ഛൻ്റെ പുസ്തകത്തിൽ അച്ഛൻ എഴുതിയിട്ടുള്ളൊരു കാര്യമുണ്ട്. എഴുതപ്പെട്ട പുസ്തകത്തിലല്ല, പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകം, ഡോക്ടറൽ തീസിസ്. അതിൽ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് എന്നൊരു വിഷയമുണ്ട്. കണ്ണുനീരിൻ്റെ കൃപ വലിയ മിസ്റ്റിക്കുകൾക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹമാണത്. കരച്ചില്, കണ്ണുനീരൊഴുക്കാൻ, നമ്മുടെ പാപങ്ങളോർത്ത് കണ്ണുനീരൊഴുക്കാൻ, മറ്റുള്ളവരുടെ പാപങ്ങളോർത്ത് കണ്ണുനീരൊഴുക്കാൻ, ലോകത്തിൻ്റെ വേദനകൾ യാതനകളോർത്ത് കണ്ണീരൊഴുക്കാൻ. ഇന്നത്തെ കുർബാന ആരംഭിച്ചപ്പോൾ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച പല നിമിഷങ്ങൾ പെട്ടെന്ന് കർത്താവിനെ ഓർമ്മിപ്പിച്ചു. അതിലൊന്ന്, ഒരു 21 വയസ്സ് പ്രായമുള്ളപ്പോൾ പമ്പയാറ്റിൽ കുളിക്കാനിറങ്ങിയാറ്റ്, ഒരു പിക്നിക്കിന് പോയതാണ്. പമ്പയാറ്റിൽ കുളിക്കാനിറങ്ങിയിട്ട് വെള്ളത്തിൻ്റെ ആഴം എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് താഴ്ന്നു പതിക്കുന്നു. ഇങ്ങനെ ഒന്ന് താഴ്ന്ന് ഇറങ്ങിപ്പോയി. നേരെ ഇങ്ങനെ കാല് ചെളിയിൽ ഉറച്ചു പോയി. മനസ്സിലായോ? ഭയം, മരണവെപ്രാളം എന്ന് പറയുന്ന അവസ്ഥയില്ലേ, ആ അവസ്ഥയിൽ ആ വെള്ളത്തിൻ്റെ നടുവിൽ നിന്ന് തമ്പുരാൻ അറിയാതെ ആത്മാവിൽ വിളിച്ചു പോയൊരവസ്ഥ കർത്താവ് ഓർമ്മിപ്പിച്ച കാര്യമാണ്. ഈ വിധവയുടെ കണ്ണുനീരിനെയും പ്രാർത്ഥനയെയും കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറയുക. അതെ, അവിടെ കർത്താവ് അച്ഛനെ പൊക്കിക്കൊണ്ടുവന്നു. പിക്നിക്ക് കഴിഞ്ഞ് സെമിനാരിയിൽ തിരിച്ചെത്തുമ്പോൾ അച്ഛൻ്റെ താഴത്തെ ബാച്ചിലുള്ള പാലാരൂപതയിൽപ്പെട്ട ഒരു ബ്രദറിൻ്റെ മൃതശരീരം പള്ളിയിൽ വെച്ച് ഒപ്പീസ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും. അപ്പോൾ തമ്പുരാനെ വേറൊരു ഡെഡ് ബോഡി കൂടി ചപ്പലിൽ വെച്ച് ഇന്ന് ഒപ്പീസ് നടക്കേണ്ടതായിരുന്നല്ലോ എന്ന് കർത്താവ് ഓർമ്മിപ്പിച്ചു. മനസ്സിലായില്ല? അപ്പോൾ ആത്മാവിൽ നമ്മുടെ ദുഃഖവും ഭാരവും വേദനയും മുഴുവനും കൂടി തമ്പുരാൻ്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ബലി അർപ്പിക്കാനൊക്കെ കഴിയുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വരും. അതാണ് കർത്താവ് പറയുക. ആ വിധവയുടെ പ്രാർത്ഥന, ദൈവഭയമില്ലാത്ത, മനുഷ്യരെ മാനിക്കാത്ത മനുഷ്യൻ പോലും അവളുടെ കണ്ണീര് കണ്ടു, അവളുടെ പ്രാർത്ഥന കണ്ടു. കർത്താവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, മനസ്സിലായോ? കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ കരഞ്ഞ്, രാവും പകലും കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, നമ്മളെ ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ കരയുന്ന അവസ്ഥയല്ല. ചിലപ്പോഴൊക്കെ ചിലർ ചിന്തിക്കില്ലേ, അടി കിട്ടിയാലും കുഴപ്പമില്ല, വഴക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്. അങ്ങനെയില്ലേ? അപമാനഭാരത്തോടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം അഭിമാനത്തോടെ മരിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നമ്മളങ്ങനെ കരയുമ്പോൾ ആ കരച്ചിലിൽ അവസാനിപ്പിക്കാതെ പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ അർപ്പിച്ചാൽ അവിടെ എസ്തപ്പാനോസിൻ്റെ കരച്ചിലും പ്രാർത്ഥനയും, അല്ലെങ്കിൽ സൂസന്നായുടെ നിലവിളിയും പ്രാർത്ഥനയുമൊക്കെ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത് പോലെ നാമും പ്രാർത്ഥിച്ചാൽ അത് വലിയ ഫലങ്ങൾ ഉളവാക്കുന്നത്. ഇന്ന് ഈ ബലി അർപ്പിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളോർത്തൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. ബലി അർപ്പിക്കാനെങ്കിലും ഞങ്ങൾ ആരുടെയൊക്കെ തെറ്റിനെ ഓർത്ത് വേദനിക്കുന്നോ ദുഃഖിക്കുന്നോ അവരുടെ തെറ്റുകളോർത്ത് ദുഃഖിക്കരയാനും പ്രാർത്ഥിക്കാനും അങ്ങനെ ബലി അർപ്പിക്കാം. ലോകം മുഴുവനും ഇന്ന് മരണഭയത്തിൽ കഴിയുന്ന മനുഷ്യരുടെ, പ്രത്യേകിച്ച് ശ്വാസം കിട്ടാതെ പെടയുന്ന വെന്റിലേറ്ററിൽ കിടക്കുന്ന കൊറോണ ബാധിതരുടെ ഒക്കെ വേദനകൾ, ദുഃഖങ്ങൾ ഞങ്ങളുടേതാക്കി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. അച്ഛൻ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിച്ച കാര്യം, കുർബാന ആരംഭത്തിൽ ഓർമ്മിപ്പിച്ചാണ് ഇതൊക്കെ. ഇന്നലെ പറഞ്ഞ് 18 എഴുതിയ കാര്യങ്ങളല്ല അച്ഛനെ പറയുന്ന പോലും. ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിച്ചത്, മകനെ നീ ഓർക്കുക, നീ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആദ്യ വർഷത്തിൽ
ഒരു ജൂൺ മാസത്തിലെ ഒരു രാത്രി പാതിരാവിലെ നീ ശ്വാസം കിട്ടാതെ നിലവിളിച്ചു കരഞ്ഞു, നീ കാറി അന്ന് നിന്റെ കാർച്ച, നിന്റെ ആ വേദന അത് കണ്ട് ഞാൻ പിറ്റേന്നത്തെ പ്രഭാതത്തിൽ നിനക്കൊരു വചനം നൽകി. ആ ഒറ്റ വചനമല്ലേ വിശുദ്ധ ഗ്രന്ഥത്തോട്, അത് ജീവന്റെ വചനമാണ്, ജീവന്റെ രഹസ്യമാണെന്ന അനുഭവത്തിലേക്ക് നിന്നെ എത്തിച്ചത്. ചോദ്യമാണ് അച്ഛൻ കുർബാനയുടെ ആരംഭത്തിൽ കർത്താവ് ചോദിച്ചത്, ഈ വിതറയുടെ കരച്ചിലിനെ കുറിച്ച്. അതുകൊണ്ട് കർത്താവെ, നീ ബലി ലോകം മുഴുവനുള്ള മനുഷ്യർക്ക് വേണ്ടി ഹൃദയപൂർവ്വം അർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ നിന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് ഏറ്റു പറയാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം സഭാതലവനായ മാർ ഫ്രാൻസിസ് പാപ്പാക്കും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്താക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്താക്കും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലീഹന്മാരെ നിറച്ച കർത്താവേ, ഈ ദിവ്യ ആത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അങ്ങേ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവേ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിടമുമിതാ പാവനബലിപീഠേ
പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അങ്ങേ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ 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 ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണമെന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അംഗീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. താരനുമതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ ആദിയിലെ പോലെ എന്നേക്കും ആമേൻ. സുതരുടെ പ്രേക്ഷിതരെ, ഏകജസ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേ നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മോടെ തുണയുന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുകയും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ നിത്യം വാഴ്ത്തിയിടാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകപിതാവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും
പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തടയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർവും നിത്യായുസ്സും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവെ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിൻ്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവൻ്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സർവ്വത്തിലെ നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന നമ്മെ സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങനെ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികർമ്മത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോട് അങ്ങയുടെ ആത്മാവോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ യൂദാസ് ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ.
ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുകർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ചില്ലകളൊന്നായി വീശി പുഞ്ചിരി തൂകി പാടുന്നു വിഹാരം. മുത്തമിഴും ശാരോണിൻ താഴ്വാരം. ഓസ്ലേമിൻ തെരുവീഥികളിൽ ഉയരും കാവൽ സംഗീതം. ഹോശാന ഹോശാന ദാവീദിൻ സുദർശന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയെ, എൻ്റെ ദൈവമേ.
അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയെ, എൻ്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ വലിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അംഗകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിനും ഈ ഇടവക മുഴുവനും വേണ്ടിയും ലോകം മുഴുവനും കൊറോണ രോഗത്താൽ പീഡിതരായി കഴിയുന്ന ഓരോരുത്തർക്കും വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ബലഹീനനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്ര തരും. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ
നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥ വാഗ്ദാന പേടകത്തിൻ്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹത്തിൻ്റെ ദിവ്യ പരിമളത്താൽ എന്നെ സുഗന്ധപൂരിതരാക്കണമേ. വഴി തെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും കർത്താവിനെ മേശയിൽ ഭക്ഷിക്കുന്നവനെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരരക്തങ്ങൾ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോ മിശിഹായുടെ പ്രസാദവരും നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർത്തിക്കുവാൻ ഈ ദിവ്യകൂദാശ നമ്മെ ശക്തരാക്കട്ടെ.
സ്നേഹം വച്ചു വിളമ്പും ദിവ്യമുഹൂർത്തമാണിതാ. സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹവിരുന്നിതാ. സ്നേഹം വച്ചു വിളമ്പും ദിവ്യമുഹൂർത്തമാണിതാ. സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹവിരുന്നിതാ. തിരുമൈനിണമായി മാറിയ തിരുഹൃദയം ഇതാ. തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ മുൻപിൽ. തിരുമൈനിണമായി മാറിയ തിരുഹൃദയം ഇതാ. തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ മുൻപിൽ. സ്വീകരിച്ചിടാം ഈ ദിവ്യഭോജ്യം. ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം. പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഭാവനീയമായ ഈ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായിച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബരിടമേ സ്വസ്തി. നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേദാസന്മാരായ വേദികൾക്ക് യാതൊരാപത്തുമില്ലാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെടുന്നവരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ ഈ പൗരോഹിത്യത്തിന്റെ മഹനീയത്തിൽ പ്രദർശിപ്പിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലപ്രദങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിനിധി സൗഭാഗ്യത്തിലെയും മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.